ജപ്പാനിലെ ഹിരോഷിമയാണ് ഇപ്പോൾ ഇറാനിലെ മിനാബ് നഗരം. കണ്ണീരുണങ്ങാത്ത തായ്വാരമായി ഈ മേഖല മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 28-ാം തീയതിയാണ് ടൊമാക്ക് ക്രൂസ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് കൊച്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനെ അമേരിക്ക ആക്രമിച്ചുകൊണ്ട് 180ഓളം കുട്ടികളെ കൊലപ്പെടുത്തിയത്. ഇപ്പോൾ UN സഭയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രസ്താവന അനുസരിച്ച് നോക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സിവിൽ ദുരന്തമായിട്ടാണ് മിനാബ് ദുരന്തം അറിയപ്പെടുന്നത്. സമാനമായിരിക്കുന്ന ഒരു സംഭവം ഈ അടുത്ത കാലത്തൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തന്നെ അവർ പറയുന്നത്. 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള 168 കുട്ടികളാണ് ആദ്യഘട്ടത്തിൽ തന്നെ മരിച്ചത്. പിന്നീട് 180ആയി റിപ്പോർട്ട് ചെയ്തു. 95 പേർ രക്ഷപ്പെട്ടിരുന്നു. അതിൽ നിന്ന് പിന്നീട് മരണവും റിപ്പോർട്ട് ചെയ്തു. സ്കൂളിനെ ലക്ഷ്യം വെച്ചല്ല തങ്ങൾ ആക്രമണം നടത്തിയത് എന്ന് രണ്ടാമത് അമേരിക്ക പറഞ്ഞു. ആദ്യം പറഞ്ഞത് ഈ ആക്രമണം നടത്തിയത് ഇറാൻ തന്നെയാണ്, തങ്ങളെ മേലെ ആരോപിക്കാൻ വേണ്ടി അവർ പഠിച്ചുണ്ടാക്കുന്ന കള്ളമാണ് എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ഇത്തരം ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് അമേരിക്ക അല്ല യൂറോപ്യൻ രാജ്യങ്ങൾ അത് പറയാറുണ്ട്. 2023 ഇതിന് സമാനമായിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഗസയിലാണ്. 2023 ഒക്ടോബർ 17-ാം തീയതി ഗാസയിലെ അൽ അഹ്ലി ആശുപത്രി ഇസ്രായേൽ ആക്രമിച്ചു. 600ഓളം ഫലസ്തീനികൾ കൊല്ലപ്പെട്ട ക്രൂരമായിരിക്കുന്ന ഒരു ആക്രമണമായിരുന്നു അത്. അപ്പോൾ എന്തുണ്ടായി? പെട്ടെന്ന് തന്നെ അതിന് ഇസ്രായേൽ പ്രതികരിച്ചു. അത് ഹമാസാണ് നടത്തിയത്. ഹമാസ് ഇസ്രായേലിലേക്ക് വിട്ട മിസൈൽ തലതിരിഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയിട്ടാണ് ആക്രമണം നടത്തിയത് എന്നുള്ളത്. ലോകാടിസ്ഥാനത്തിൽ അത് പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തു. അത്രയും 600 പേരെ കൊലപ്പെടുത്താൻ മാത്രം, അത്രയും ബിൽഡിംഗ്, ഒരു 8 നില ബിൽഡിംഗ് തകർക്കാൻ മാത്രമുള്ള ശക്തിയുള്ള മിസൈൽ അവരുടെ കയ്യിലുണ്ടോ എന്ന പരിശോധന അത് നടത്തി. ഇല്ല എന്ന് തെളിഞ്ഞു. കാരണം അത്രയും കാലത്തിൻ്റെ ഇടയിൽ ഇത്ര ഒരു ആക്രമണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് തെളിവ്. അപ്പോൾ എന്താ ഈ ആരോപിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം? ഹമാസ് തങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്കത് ഒഴിഞ്ഞു മാറണം. അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് മീഡിയകൾ അപ്പം തന്നെ എന്ത് ചെയ്യും? അവരുടെ സോഷ്യൽ മീഡിയകൾ സജീവമാവും. അത് യൂറോപ്യൻ മീഡിയകളും യൂറോപ്യൻ പത്രങ്ങളും സജീവമാവും. രാഷ്ട്രീയ തലത്തിൽ വലിയ രീതിയിൽ ചർച്ചകൾ വരും. നടത്തിയത് ഹമാസ് തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇറാൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇസ്രായേലിനോടൊരു ചോദ്യം ചോദിച്ചത്. നിങ്ങൾ വലിയ രീതിയിൽ സംവിധാന കാര്യങ്ങളുള്ള രാജ്യമാണല്ലോ, റഡാർ സിസ്റ്റം നിങ്ങളുടെ കയ്യിലുണ്ട്, സാറ്റലൈറ്റ് സംവിധാനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളല്ല എന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുക്കണം, ലോകത്തിന് അത് അറിയൽ ആവശ്യമാണ് എന്നുള്ളത്. ഏതെല്ലാം രീതിയിലുള്ള പരിശോധന നടത്തിയിട്ടും അതൊരിക്കലും അവിടെ ഈ തെളിയിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി പിന്നെ അവർ മറുപടി പറയാതായി. അതേക്കുറിച്ച് ചോദിക്കുന്ന സമയത്തൊക്കെ വിഷയം മാറ്റിയിട്ടാണ് സംസാരിക്കുക. സമാനമായ രീതിയിൽ തന്നെയാണ് 28-ാം തീയതി ഈ ആക്രമണം നടന്ന സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. അത് നടത്തിയത് ഇറാൻ തന്നെയാണ്. പിന്നീട് തെളിവുകളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് പിന്നീട് അത് മൗനം പാലിച്ച് പിന്നെ മിണ്ടാതായി. അമേരിക്കയുടെ ഒരു പ്രത്യേക സ്വകാര്യ അന്വേഷണ ഏജൻസി ഇത് അന്വേഷിച്ചിട്ട് അവർ പറഞ്ഞു അത് 100% നടത്തിയത് അമേരിക്ക തന്നെയാണ്. ടൊമാക്ക് ക്രൂസ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് 2 നില സ്കൂൾ കെട്ടിടം അപ്പാടെ തന്നെ നിലം പൊത്തുകയായിരുന്നു. അതിനുള്ളിലാണ് ഈ കുഞ്ഞു കുട്ടികൾ പെടഞ്ഞു മരിച്ചത് എന്ന് ചുരുക്കം. അതിൽ അധ്യാപകർ മരണപ്പെട്ടു. ഈ പറയപ്പെട്ട കുറഞ്ഞ ആളുകൾ മാത്രമാണ് അതിൽ രക്ഷപ്പെട്ടത്. തെക്കൻ ഇറാനിലെ ഓർമുസ് നഗരത്തിന് സമീപമുള്ള നഗരപ്രാന്ത പ്രദേശത്താണ് ഈ പറയപ്പെട്ട സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഫെബ്രുവരി 28 സമയം രാവിലെ 10:30 ഈ പറയപ്പെട്ട മിസൈൽ അവിടെ പതിച്ചത്. IRGCയുടെ സേനാ കേന്ദ്രം അതിന് തൊട്ടടുത്തുണ്ട്. അതിന് ലക്ഷ്യം വെച്ചത് പാളിപ്പോയതോ അതല്ലെങ്കിൽ ഇതിനെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചതോ എന്ന് സംശയിക്കുന്നു. ഷജാ തൊയ്യബ ഗേൾസ് സ്കൂളിന് നേരെയാണ് മിസൈൽ ആക്രമണം നടന്നത്. ആ സ്കൂൾ അപ്പാടെ നിലം പൊത്തി. ക്ലാസ്സിലെ അധ്യാപകർക്കും കുട്ടികൾക്ക് കൂട്ടമരണം ഉണ്ടായി. കാരണം ക്ലാസ് ആരംഭിച്ചിരുന്നു, എല്ലാവരും സജീവമായിരുന്നു, അതിന് പുറത്തുള്ള ഗേറ്റ് കാര്യങ്ങൾ അടിച്ചിരുന്നു. ഇങ്ങോട്ട് ആർക്കും പ്രവേശനമില്ലാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സാധാരണ രീതിയിൽ സ്കൂൾ തുടങ്ങുന്ന സമയത്ത് പുറത്തുള്ള ആളുകൾ കയറാതിരിക്കാൻ വേണ്ടി അത്തരം സംവിധാനങ്ങൾ ഒരുക്കാറുണ്ട്. എല്ലാ സംവിധാനവും ബ്ലോക്ക് ചെയ്തിട്ടാണ് ക്ലാസ് നടത്താറുള്ളത് എന്നതിനാൽ ഒരാൾക്ക് പോലും രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കാത്ത വിധവും സഹായങ്ങൾ എത്താൻ വേണ്ടി സമയം വൈകിയതൊക്കെ മരണസംഖ്യ കൂട്ടാൻ വേണ്ടി സാധിച്ചു എന്ന് മാത്രമല്ല, ഇതൊരു അതിശക്തമായിരിക്കുന്ന ഒരു ആക്രമണമായതുകൊണ്ട് ബിൽഡിങ്ങിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഭാഗങ്ങളൊക്കെ എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അതിൻ്റേതായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊക്കെ എത്തിയതിനു ശേഷം മാത്രമാണ് ഈ പ്രവൃത്തികളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി പറ്റുക. കുട്ടികളുടെ മൃതദേഹം
അങ്ങനെ ആ മുറ്റത്ത് പരത്തി വെച്ചിരിക്കുന്ന ദയനീയമായിരിക്കുന്ന കാഴ്ച ആരെയും കരളലിയിപ്പിക്കുന്നതാണ്. അതും 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഗേൾസ് സ്കൂളിന് നേരെയാണ്. ഇവിടെ ഹിരോഷിമയിൽ അമേരിക്ക ബോംബിട്ട സമയത്ത് ആ ബോംബിൻ്റെ പേരെന്താണെന്നറിയോ? ലിറ്റിൽ ബോയ്. അതാണ് ചെറിയ കുട്ടി, അതാണ് ആ ബോംബിൻ്റെ പേര് തന്നെ. 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതി സമാനമായ രീതിയിലാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം നടത്തിയത്. പിന്നീട് അമേരിക്ക പറഞ്ഞത്, ന്യായീകരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ സൈനിക ബേസ് ഉണ്ടായിരുന്ന തങ്ങൾ സൈനിക ബേസിനെയാണ് ആക്രമിച്ചത് എന്ന തരത്തിലാണ്. ഇവിടെയും പറയുന്നത് എങ്ങനെയാണ്? സൈനിക ബേസ് ഉണ്ടായിരുന്നു, ആ സൈനിക ബേസിനെ ആണ് ആക്രമിച്ചത് എന്ന തരത്തിലാണ്. മൃതദേഹങ്ങൾ കാണുക എന്നുള്ളതും അത് കണ്ട് ആസ്വദിക്കുക എന്നുള്ളതും അമേരിക്കയ്ക്ക് എല്ലാ കാര്യത്തിലും താല്പര്യമുള്ള വിഷയമാണ്. ഹിരോഷിമയിലെ ആണവ പരീക്ഷണവും ആണവ ദുരന്തവും രണ്ടും ഒന്ന് തന്നെയാണ്. പരീക്ഷണം നടത്തിയോ അത് അവിടെ തന്നെയാണ്. ഏകദേശം 75,000 ആളുകൾ ഒരു സമയത്ത് മരണപ്പെട്ടു. പിന്നീട് മരണസംഖ്യ ഇങ്ങനെ കൂടിക്കൂടി വന്നു. 100,000-ൻ്റെ മേലെ 24 മണിക്കൂറിനിടയിൽ അവിടെ മരണപ്പെട്ടു എന്നുള്ളതാണ്. ജനിതക വൈകല്യം ഇപ്പോൾ ജനിക്കുന്ന കുട്ടികളിലും ചില ആളുകൾക്കെങ്കിലും അത് കാണപ്പെടുന്നുണ്ട്. സംഭവം നടക്കുക 1945-ലാണ്, നമ്മൾ നിൽക്കുന്നത് 2026-ലാണ്. 75 വർഷം കഴിഞ്ഞു. എന്നിട്ടും അതിൻ്റെ ജനിതക ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മാറ്റങ്ങളൊന്നുമില്ല. അത് ലോകത്തെ സംബന്ധിച്ചോളം ഞെടിക്കിയ ദുരന്തം. ആ ദുരന്തം അവിടെ അവസാനിച്ചോ? 9-ാം തീയതി നാഗസാക്കിയിൽ കൊണ്ടുപോയിട്ട് ബോംബിട്ടു. അപ്പോൾ ഇവിടെ മൃതദേഹങ്ങൾ കുന്നുകൂടുക, അവരിങ്ങനെ പെടഞ്ഞു മരിക്കുന്ന കാണുക, അത് ആസ്വദിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥയുള്ള രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക എന്ന് പറയുന്നത്. അതൊന്നും കൂടി കടത്തി വിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ അമേരിക്കയുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവർക്കിത് വലിയ സന്തോഷമാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് 70,000-ഓളം ഫലസ്തീനികളാണ് ഗസയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. എന്നിട്ട് അവിടെ പ്രശ്നം തീർന്നോ? അല്ലെങ്കിൽ പ്രശ്നം തീരണം. ഇപ്പോൾ അവിടെ ഭരിക്കുന്ന ഹമാസാണ്, പിന്നെന്തിനാണ് കൊലപ്പെടുത്തിയത്? ആ ചോദ്യത്തിന് ഉത്തരവില്ല. പിന്നീട് അംഗവൈകല്യം 1,00,000-ലധികം ആളുകൾക്കെങ്കിലും അവിടെ പരിക്കേറ്റു എന്ന് പറഞ്ഞാൽ, യുദ്ധമുഖത്ത് പരിക്കേൽക്കുക എന്ന് പറഞ്ഞാൽ ജീവനുള്ളവരും ജീവനില്ലാത്തവരുമാണ് യഥാർത്ഥത്തിൽ ഒരു യുദ്ധമുഖത്തുണ്ടാവുക. ജീവനുള്ളവരെ മരിച്ചവരായിട്ട് പരിഗണിക്കും, മരിക്കാത്തവർ ജീവൻ ശരീരത്തിലുണ്ടെങ്കിൽ പരിക്കേറ്റവർ എന്നാണ് പരാമർശിക്കുക. സമാന സ്ഥിതിയാണ് 1,00,000 1,15 ലക്ഷത്തോളം എന്നൊക്കെ ഏകദേശം പറയുന്നുണ്ട് പരിക്കേറ്റവർ. ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെയാണ് പരിക്കേറ്റത് എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ മിനാബ് ദുരന്തം അത് നിസ്സാരമായിട്ട് ആയ കാര്യമല്ല. ലോകത്ത് ഇന്ന് വരെ ഈ 7 മുതൽ 12 വയസ്സ് വരെ പഠിക്കുന്ന കുട്ടികൾ 180ഓളം കുട്ടികൾ ഒരേ സമയത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ ആക്രമണം കാരണത്താൽ കൊല്ലപ്പെട്ടത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത്രയ്ക്ക് ഭീകരമായിരുന്നു എന്ന് ചുരുക്കം. എന്നാൽ അതിലെന്തെങ്കിലും ഖേദപ്രകടനങ്ങൾ ഉണ്ടോ അമേരിക്കക്ക്? അതൊട്ടില്ലാനോ. മാത്രമല്ല അത് നിഷേധിക്കുന്നു. അത് പ്രവൃത്തി ചെയ്ത് ഞങ്ങളല്ല എന്ന് പറയുന്നു. സാധാരണ രീതിയിൽ അവർ പറയാറുള്ളത് പോലെ ദുരന്തങ്ങളും എല്ലാ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാലും അത് ഞങ്ങളല്ല, അത് മറ്റുള്ളവരാണ് എന്ന് പറയും. അതല്ലെങ്കിൽ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് പിന്നീട് സോറി പറയും. അമേരിക്കയിൽ ഇറാഖിൽ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ സോറിയാണ് പറഞ്ഞത്. അവിടെ ഈ പറയപ്പെട്ട ആണവായുധം തെരഞ്ഞു പോയതാണ് അവർ. കൂട്ട നശീകരണ സംവിധാനങ്ങൾ അവിടെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ ഇൻ്റലിജൻസ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്ന്